നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ അടുത്ത മത്സരത്തിനുള്ള സ്ക്വാഡ് വരും ദിനങ്ങളിൽ കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കും. അടുത്ത മത്സരം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. സെപ്റ്റംബർ 5 പുലർച്ചെ 6 മണിക്കാണ് ബ്രസീൽ ചിലിയുമായിട്ട് കളിക്കുന്നത്. സെപ്റ്റംബർ 10 പുലർച്ചെ 5 മണിക്ക് ബ്രസീൽ ബൊളീവിയയുമായിട്ടും കളിക്കുന്നു. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ വരും ദിനങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കും. അതിനായിട്ടുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയും സംഘവും ഉള്ളത്. പല ടീമുകളുടെയും മത്സരങ്ങൾ പോയി അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് കാണുന്നു. കഴിഞ്ഞ സാൻഡോസിൻ്റെ മത്സരം കാണാൻ അവരെത്തിയിരുന്നു. അതിൻ്റെ കാരണം നെയ്മർ ജൂനിയറുടെ പെർഫോമൻസ് വീക്ഷിക്കാനാണ്. ഇപ്പോൾ വേൾഡ് കപ്പിന് ഓൾറെഡി ബ്രസീൽ യോഗ്യത നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 റൗണ്ട് മത്സരങ്ങളിൽ സ്ക്വാഡിൽ മാറ്റം വരുത്തി പല താരങ്ങൾക്കും അവസരം കൊടുക്കാൻ ആഞ്ചലോട്ടി മുതിർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ അപ്പോഴും ആഞ്ചലോട്ടി എത്തിയിട്ടത് 2ാമത്തെ കോളപ്പ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റങ്ങളിലേക്ക് അദ്ദേഹം പോകുമോ എന്നതും ചോദ്യമാണ്. എന്തൊക്കെയാണെങ്കിലും നെയ്മർ ജൂനിയർ സ്ക്വാഡിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഞ്ചലോട്ടി തന്നെ പറഞ്ഞ കാര്യമാണ്, നെയ്മർ വളരെ പ്രധാനപ്പെട്ട കളിക്കാരനാണ്, അദ്ദേഹം ഫിറ്റാണെങ്കിൽ സ്ക്വാഡിലേക്ക് പരിഗണിക്കുമെന്ന്. ഇപ്പോൾ നെയ്മർ ഫിറ്റാണ്, നെയ്മറും ഹാപ്പിയാണ്. കഴിഞ്ഞ കളിക്ക് ശേഷം നെയ്മറോട് ഇത് ചോദിച്ചല്ലോ, ഇപ്പം ആഞ്ചലോട്ടിയുടെ സംഘത്തെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റി തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, സുഹൃത്തെ, എനിക്ക് ആരുടെ മുന്നിലും ഇനിയൊന്നും പ്രൂവ് ചെയ്യാനില്ല എന്നാണ്. അദ്ദേഹം ഫിസിക്കലി ഓക്കെയാണ്. സോ നെയ്മറുടെ ഫോം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ 2025 അദ്ദേഹം അൽ ഹിലാൽ വിട്ട് സാൻഡോസിലേക്ക് ചേക്കേറിയതിന് ശേഷം ആകെ കളിച്ചത് 17 മത്സരങ്ങൾ. അതിനിടയ്ക്ക് പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് മാറിയിട്ട് ഇപ്പോൾ തുടർച്ചയായി 4 കളി കളിച്ചിട്ടുണ്ട്. ആകെ കളിച്ചത് 17 മത്സരങ്ങൾ. അതിൽ 13 സ്റ്റാർട്ട് ചെയ്തിട്ട് 9 ഗോൾ കോൺട്രിബ്യൂഷൻസ് താരത്തിൽ വന്നിട്ടുണ്ട്. 6 ഗോളുകളും 3 അസിസ്റ്റുകളും. 7 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 46 കീ പാസുകൾ, 42 ഷോട്ടുകൾ തീർത്തതിൽ 19 ഓൺ ടാർഗറ്റിലേക്ക്, 26 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ ഉണ്ടായിരുന്നു. 57 തവണ എതിരാളികൾ അദ്ദേഹത്തെ വീഴ്ത്തിയിട്ടുമുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ നെയ്മർ ഈ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഘട്ടത്തിൽ പോലും മികച്ച ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരിക്കിൽ നിന്നെല്ലാം മാറിയിട്ട് അദ്ദേഹം തുടരെ 4 മത്സരങ്ങളിലാണ് 90 മിനിറ്റിലധികം കളിച്ചത്. അതുകൊണ്ട് നെയ്മർ ഫുള്ളി ഫിറ്റാണ്. അദ്ദേഹം അടുത്ത ബ്രസീലിൻ്റെ കോളപ്പിൽ ഉണ്ടാകും എന്ന് തന്നെ ബ്രസീലിയൻ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു. കാത്തിരിക്കാം ആഞ്ചലോട്ടിയുടെ പ്രഖ്യാപനത്തിനായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.